നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. പക്ഷെ നമ്മളുടെ റോഡുകളിലേക്ക് ഇറങ്ങിയാൽ അത് പലപ്പോഴും മരണക്കുഴികളുടെ സ്വന്തം നാടായി മാറുന്നു. ഭീകര ആക്രമണങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ മരിക്കുന്നത് റോഡിലെ കുഴികൾ മൂലമാണെന്ന് സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. വെറുതെ വ്യക്തി പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളതിനെ പുച്ഛിച്ചു തള്ളും. പക്ഷെ നമ്മളുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് രാജ്യം നേരിടുന്ന ഭീകര ആക്രമണങ്ങളിൽ മരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ആളുകൾ മരിക്കുന്നത് റോഡിലെ കുഴികളിൽ വീണുകൊണ്ടാണെന്നാണ്. അതുതന്നെ ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവത്തെ നമ്മുടെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നാളെ നിങ്ങൾക്കോ എനിക്കോ റോഡിലെ കുഴിയിൽ വീണ് ഒരു അപകടം പറ്റിയാൽ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനത്തിൻ്റെ ടയറൊന്ന് പൊട്ടിത്തെറിച്ചാൽ, അല്ലെങ്കിൽ ഒടിവോ ചതവോ എന്തെങ്കിലും ഉണ്ടായാൽ അതിന് ആരാണ് ഉത്തരം പറയേണ്ടത്? ഭരിക്കുന്ന സർക്കാരാണോ അതോ റോഡ് പണിത കരാറുകാരനാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലർക്കുമുണ്ട്. സത്യം പറഞ്ഞാൽ പലർക്കും ശരിയായ ഉത്തരം അറിയില്ല. റോഡിലെ കുഴിയിൽ വീണ് അപകടമുണ്ടായാൽ നഷ്ടപരിഹാരം ചോദിക്കാൻ നമുക്ക് നിയമപരമായ അവകാശമുണ്ടെന്നുള്ള കാര്യം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഈ നിയമ പോരാട്ടത്തെക്കുറിച്ചാണ്. നല്ല റോഡിലൂടെ യാത്ര ചെയ്യുക എന്നത് ഒരു പൗരന്റെ മൗലികാവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശത്തിൽ സുരക്ഷിതമായ റോഡുകൾക്കുള്ള അവകാശവും ഉൾപ്പെടുന്നുവെന്ന് കേരള ഹൈക്കോടതി പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. റോഡിലെ ഒരു കുഴി പോലും കൊലയാളിയാകാം. ഈവൻ വൺ പാത്ത് ഹോൾ ക്യാൻ ബി എ കില്ലർ എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ റോഡ് തകർന്നു കിടക്കുന്നത് ഭരണകൂടത്തിന്റെ പരാജയമാണ്. അതിന് അവർ തന്നെ മറുപടി പറയേണ്ടി വരും. ഇനി പരാതി നൽകാൻ പോകുന്നതിന് മുമ്പ് അപകടം നടന്ന റോഡ് ആരുടേതാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. അതിന് റോഡരികിലെ മയിൽക്കുറ്റികൾ നോക്കിയാൽ മതി. ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു പോയിന്റ്. ചില കുറ്റികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മയിൽക്കുറ്റികളാണ്. ഈ അറിവ് തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. മഞ്ഞയും വെള്ളയും നിറത്തിൽ മയിൽക്കുറ്റികൾ നിങ്ങൾ കാണും അല്ലേ? ഇത് ദേശീയപാതയാണ്. ഉദാഹരണം NH66. പച്ചയും വെള്ളയും നിറത്തിൽ മയിൽക്കുറ്റികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് സംസ്ഥാന പാതയാണ്, അതായത് PWD റോഡാണ്. കറുപ്പും വെള്ളയും ഇത് ജില്ലാ റോഡുകളോ പഞ്ചായത്ത് റോഡുകളോ ആകാം. ദേശീയപാതകളിൽ പലപ്പോഴും ടോൾ പിരിക്കുന്ന കരാറുകാർക്കാകും റോഡ് നന്നാക്കാനുള്ള ചുമതല. ഇവിടെയാണ് കളി മാറുന്നത്. 2019 മോട്ടോർ വാഹന നിയമ ഭേദഗതി പ്രകാരം വകുപ്പ് 198A എന്നൊരു പുതിയ നിയമം വന്നിട്ടുണ്ട്. അത് നിങ്ങൾ അറിയണം. ഇതനുസരിച്ച് റോഡ് ഡിസൈനിലോ നിർമ്മാണത്തിലോ പരിപാലനത്തിലോ വീഴ്ച വരുത്തിയാൽ അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കോ കരാറുകാർക്കോ 1 ലക്ഷം രൂപ വരെ പിഴ ചുമത്താം. ഉദാഹരണത്തിന് നെടുമ്പാശ്ശേരിയിൽ ഹാഷിം എന്ന യാത്രക്കാരൻ കുഴിയിൽ വീണ് മരിച്ച സംഭവത്തിൽ കരാറുകാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അതായത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്ക് ഇനി അവർ വ്യക്തിപരമായി ഉത്തരം പറയേണ്ടി വരുമെന്ന് സാരം. ഇനി ഒരു അപകടമുണ്ടായാൽ നഷ്ടപരിഹാരം എങ്ങനെ നേടാം എന്ന് ഒന്ന് പറയാം. റോഡിലെ കുഴിയിൽ വീണ് നിങ്ങൾക്കൊരു അപകടം സംഭവിച്ചാൽ പരിഭ്രമിക്കാതെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അപകടം നടന്ന ഉടൻ തന്നെ ആ കുഴിയുടെയും തകർന്ന വാഹനത്തിന്റെയും വ്യക്തമായ ഫോട്ടോയും വീഡിയോയും എടുക്കുക. കുഴിയുടെ ആഴം മനസ്സിലാക്കാൻ ഒരു സ്കെയിലോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കുപ്പിയോ ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്നത് കോടതിയിൽ ഒരു വലിയ തെളിവ് തന്നെയാണ്. സാക്ഷികളുടെ നമ്പറുകൾ വാങ്ങിവെക്കണം. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി FIR രജിസ്റ്റർ ചെയ്യുക. FIR-ൽ മോശം റോഡ് കാരണമാണ് ഈ അപകടമുണ്ടായതെന്ന് കൃത്യമായി എഴുതിക്കണം. തുടർന്ന് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണലിലോ ടോൾ കൊടുക്കുന്ന റോഡാണെങ്കിൽ ഉപഭോക്തൃ കോടതിയിലോ കേസ് കൊടുക്കാം. ഇനി ഇതൊക്കെ നടക്കുമോ എന്ന് സംശയിക്കുന്നവർക്ക് കോട്ടയം സ്വദേശിയായ വിഷ്ണു രാജിന്റെ കഥ കേൾക്കാം. അപകടത്തിൽ കൈ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഇൻഷുറൻസ് നിഷേധിക്കപ്പെട്ടു. എന്നാൽ വക്കീലില്ലാതെ സ്വയം വാദിച്ച് അദ്ദേഹം ഉപഭോക്തൃ കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി. അതുപോലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ റോഡ് നന്നാക്കാത്തതിന് ടോൾ പിരിവ് കോടതി തടഞ്ഞ സംഭവവും നമ്മൾ കണ്ടതാണ്. നിയമം നമുക്കൊപ്പമുണ്ട്, അത് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രം. ഇനി അപകടം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കേണ്ട. നിങ്ങളുടെ വീടിനടുത്തോ യാത്ര ചെയ്യുന്ന വഴികളിലോ വലിയ കുഴികൾ കണ്ടാൽ ഉടൻ തന്നെ PWD for you എന്ന ആപ്പിലൂടെ സർക്കാരിനെ നിങ്ങൾക്കത് അറിയിക്കാം. കുഴിയുടെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. പരാതി നൽകി 48 മണിക്കൂറിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്ന് PWD നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. സുരക്ഷിതമായ റോഡ് നമ്മുടെ ഔദാര്യമല്ല, അവകാശമാണ്. റോഡിലെ കുഴികൾ കണ്ട് മുഖം തിരിച്ചു പോകാതെ വെറുതെ ചുറ്റുമുള്ളവരോട് ഇതേക്കുറിച്ച് അവിടെ എവിടെയും നിന്ന് സംസാരിച്ച് നേരം കളയാതെ ബന്ധപ്പെട്ട അധികാരികളെ തന്നെ വിഷയത്തിന്റെ ഗൗരവം അറിയിക്കാനും ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനും നമ്മൾ മുന്നിട്ടിറങ്ങണം, തയ്യാറാകണം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇത്തരം അറിവുകൾ പകരുന്ന വീഡിയോകൾ കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാലിക പ്രാധാന്യമുള്ള വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.